ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിന്റെ പോസിറ്റീവിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് തേങ്ങാക്കൊല എടുത്തിട്ട് പറയാനാ. ആരാധകരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ മിലോസ് ടിങ്കിച്ചിന്റെയും പ്രീതം കോട്ടാലിന്റെയും പെർഫോമൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്തു എന്നല്ലാതെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫൻസീവ് ഇന്റർസെപ്ഷനുകൾ പ്രീതം കോട്ടാലിന്റെ ഭാഗത്തു നിന്നും മിലോസ് ടിങ്കിച്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനകത്ത് സന്തോഷമുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും അവരും കുറ്റമറ്റ രീതിയിൽ പഴുതടച്ച് പ്രതിരോധം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. ആദ്യം ഒരു ഫ്രീ കിക്ക് വഴങ്ങേണ്ടി വന്നത് തെറ്റാണ്. പക്ഷെ അവിടെ റഫറിയുടെ പിഴ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് പ്രതിരോധ താരങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോർണർ കിക്ക് എടുക്കുന്ന സമയത്ത് സുനിൽ ഛേത്രിയുടെ കാലുകളിലേക്ക് അത് ചെയ്യുമ്പോൾ അത് എത്തുമ്പോൾ സുനിൽ ഛേത്രിയെ മാർക്ക് ചെയ്യാൻ ആരുമില്ല. അദ്ദേഹത്തിനോട് ഒരു പ്രോപ്പർ ചലഞ്ച് പോലും ഇല്ല. അത് വളരെ കൂളായിട്ട് ജോജോ പെരേര ഡയസിന്റെ കാലുകളിലേക്ക് എത്തുന്നു. അവിടെയും ചലഞ്ചിന് ആരുമില്ല. ബോക്സിനുള്ളിൽ 3 ബംഗളൂരു താരങ്ങൾക്ക് ഫ്രീ ഫ്ലോ ലൈക്ക് മൂവ്മെന്റ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ബോക്സിനുള്ളിൽ 2 താരങ്ങൾ, ബോക്സിന് പുറത്ത് 1 താരം, അങ്ങനെ ഫസ്റ്റ് ഡിപ്പ് വരുന്നത് ബോക്സിനകത്ത് വെച്ചാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ്? പ്രതിരോധം വീക്ക് തന്നെയാണ്. മിലോസും പ്രീതവും ചേർന്ന് നല്ല രീതിയിൽ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി അടച്ചു എന്നൊക്കെ പറയാമെങ്കിൽ പോലും അത്തരത്തിലൊരു സിറ്റുവേഷനിൽ പോലും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഡിഫൻസീവ് യൂണിറ്റ് നമ്മൾ കണ്ടതിനപ്പുറത്തേക്ക് ചില വീക്ക് ലിങ്കുകൾ അവിടെ ഉണ്ട്. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ബേസിക് ഡിഫൻസീവ് എറർ വരെ നമ്മുടെ ടീം കാണിച്ചതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അത്ര ലഘൂകരിച്ച് തള്ളിക്കളയാൻ പറ്റില്ല.